എവിടെ അതൊന്നും അല്ലല്ലോ അവിടെ നടന്നിരിക്കുന്നത് എന്താണെന്നറിയാൻ പാടില്ലേ. അവിടെ നടന്നിരിക്കുന്നത് മുഴുവൻ CPM-ന്റെ കോട്ടകളിലല്ലേ വോട്ട് പോയത്. വോട്ടല്ല, അത് CPM-ന്റെ കോട്ടകളിലാണ് വോട്ട് കംപ്ലീറ്റ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാലോ, അവിടുത്തെ കാര്യങ്ങൾ അറിയാലോ. അത് ഞങ്ങളെ വോട്ടല്ലല്ലോ പോയിരിക്കുന്നത്, അതെന്താണെന്നറിയാം. അത് ഈ BJP-യുമായി മത്സരിക്കുന്ന സമയത്ത് ഈ മൈനോറിറ്റി വോട്ടുകൾ BJP-യെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് പോകും. അത് സുനിൽകുമാറിന് പോയിട്ടുണ്ട്. നിങ്ങൾ ഈ ബീച്ച് സൈഡിലുള്ള വോട്ടുകൾ ഞങ്ങൾ ഓരോ ബൂത്തും പരിശോധിച്ചാണ്. അത് സുനിൽകുമാറിനാണ് പോയത്. എന്നിട്ട് സുനിൽകുമാർ ജയിച്ചില്ല. ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളും മറ്റ് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ തൃശ്ശൂരിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-യുമായിട്ടുള്ള മത്സരം വന്നു കഴിഞ്ഞപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കം വന്നു. അപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ നേമത്ത് കഴിഞ്ഞ പ്രാവശ്യം മത്സരം വന്നപ്പോൾ മൈനോറിറ്റി വോട്ട് K മുരളീധരനാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ജയിക്കാൻ സാധ്യത V ശിവൻകുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വോട്ടുകൾ BJP വിരുദ്ധ വോട്ടുകൾ, ഞാൻ മൈനോറിറ്റി വോട്ടൊന്നല്ല, BJP വിരുദ്ധ വോട്ടുകൾ പോയത് ശിവൻകുട്ടിക്ക് പോയി. ഞങ്ങൾ കൂടി കിട്ടേണ്ട വോട്ട് ശിവൻകുട്ടിക്ക് പോയി. അത് നാച്ചുറലാണ്. അല്ല, ഞങ്ങളും BJP-യുമായി ഡയറക്റ്റ് മത്സരം വരും ഇപ്രാവശ്യം. അതേപോലെ തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ചിരുന്നു. മാധ്യമങ്ങൾക്കെല്ലാം ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതൊക്കെ കണ്ടിരുന്നല്ലോ, ഇന്റർവ്യൂ ഒക്കെ കണ്ടിരുന്നു. എല്ലാത്തിനും മറുപടിയും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൃത്യമായും മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്റർവ്യൂ അല്ലേ കൊടുക്കുന്നത്, നിങ്ങൾ ഇതുപോലെ കാണുന്നില്ലല്ലോ. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഞാനല്ലേ രാവിലെ ഉത്തരം പറയണം എല്ലാ ദിവസവും. മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോ അല്ലേ? അല്ല, മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോ ആണ്. അങ്ങോട്ട് മാത്രമേ പറയുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. റേഡിയോ കേൾക്കുമ്പോൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഓൾ ഇന്ത്യ റേഡിയോ അല്ലേ? നമ്മൾ അങ്ങനെയല്ലല്ലോ. എല്ലാ ദിവസവും വന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും കുത്തിത്തിരിപ്പ് ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറയല്ലേ. നിങ്ങൾക്ക് ജയാനന്ദ പാർട്ടിയിൽ കലാപമാണ് ജയാനന്ദ സ്ഥാനാർത്ഥിയാക്കിയിട്ട്. പാർട്ടിക്ക് പോലും സ്വീകാര്യത ഇല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കി. അതാണ് അവിടുത്തെ കളി. പല സ്ഥലത്തും പല രീതിയാണ്. പാർട്ടിക്ക് പോലും സ്വീകാര്യത ഇല്ലാത്ത ആളെ നിങ്ങൾ ഈ കോന്നിയിലെ റാന്നിയിലേക്ക് എന്താ കേസ്? റാന്നിയില് 2020 അത് ഞങ്ങൾ ജയിക്കണ സീറ്റില്ല. ആരായിട്ട് ധാരണ? ഞാൻ പിന്നെ CPM ആയിട്ട് ധാരണ. ഞങ്ങൾ 100+. നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഇതിനു മുമ്പല്ല എല്ലാ പ്രവചനങ്ങളും നടത്തിയപ്പോൾ നിങ്ങൾ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടുണ്ട്. 20,000-നും 25,000-നും വോട്ട് ഇടയിലാണ് തൃക്കാക്കരയിൽ പറഞ്ഞത്. 25,000 വോട്ട് കിട്ടിയ നിങ്ങളുണ്ടായില്ല ചോദിക്കാൻ? കിട്ടിയ വിസ്മയകരമായ ഭൂരിപക്ഷം പുതുപ്പള്ളി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അവസാനത്തെ ദിവസം ചോദിച്ചാൽ എന്താ വിസ്മയം? നമ്മൾ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം 33,000ആണ്. ഇത് 35-ന് മീതെ പോകുമെന്ന് പറഞ്ഞു. 37 കിട്ടിയ പുതുപ്പള്ളിയിൽ. പാലക്കാട് എന്താ പറഞ്ഞത്? 15,000ആണ് കിട്ടേണ്ടത്. പക്ഷേ CPM ഒരുപാട് വൃത്തികേടുകൾ കാണിച്ചുകൊണ്ട് 15,000-ന് മീതെ പോകുമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ കേൾക്ക്, അല്ല മുഴുവൻ കേൾക്ക്, ചോദിച്ചാൽ മാത്രം പോരല്ല, കേൾക്കണ്ടേ. അത് 18 എത്തി. ആണോ? 7% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞു നിലമ്പൂര്. പറഞ്ഞോ? 7% വെച്ചാൽ 12,000 വോട്ടാ. 11,000 ജില്ലയാണ് വോട്ടിന് ജയിച്ചു. ശരിയാണല്ലോ. 17 മുതൽ 19 വരെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പാർലമെൻറ്റിൽ. നിങ്ങളിതൊക്കെ നോക്കിക്കോ, ഇതൊക്കെ പറഞ്ഞേക്കണേ. നേരത്തെ 18 കിട്ടി. ലോക്കൽ ബോഡി ഇലക്ഷനിൽ നിങ്ങളോട് പറഞ്ഞു 4 കോർപ്പറേഷൻ ഉറപ്പാന്ന് പറഞ്ഞു. കിട്ടിയോ? 4 കോർപ്പറേഷൻ. 7 ജില്ലാ പഞ്ചായത്ത് ഉറപ്പാണ്. ചിലപ്പോൾ 8-9 കിട്ടുമെന്ന് പറഞ്ഞു. ശരിയാണ്. 8ാമത്തത് കാസർഗോഡ് 1 സീറ്റിന് പോയി. 9ാമത്തെ തിരുവനന്തപുരം 2 സീറ്റിന് പോയി. 55% ഗ്രാമപഞ്ചായത്ത് കിട്ടുമെന്ന് പറഞ്ഞു. 59 കിട്ടി. 60% മുനിസിപ്പാലിറ്റി കിട്ടുമെന്ന് പറഞ്ഞു. 64 കിട്ടി. അതൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. അതുപോലെ തന്നെയാണ് പറയണത് 100-ൽ കൂടുതൽ സീറ്റ് കിട്ടും. ആര്? ഇത് ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ആ മുകേഷിനെ കൊല്ലത്ത് മത്സരിപ്പിച്ചപ്പോൾ എന്തൊരു രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു? അല്ലല്ലല്ല, കേൾക്ക്. ഇതൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങോട്ടും കൂടി കിട്ടുമെന്ന് ആലോചിക്കണം. മുകേഷിനെ അവിടെ മത്സരിപ്പിച്ചപ്പോൾ എന്തൊരു രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു. മുകേഷ് അവിടുത്തെ മറ്റേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നല്ല. ചുമ്മാ ഇരിക്കാൻ പറ.